ഇത് ഇവിടെയൊന്നും കൊണ്ട് അവസാനിപ്പിക്കാനുള്ള സാധ്യതയില്ലെന്നാണ് തോന്നുന്നത്. ഇന്നലെ സമസ്ത ഫാത്തിമ തെഹ്ലിയെ തിരുത്തിയിരിക്കുകയാണ്. അനിസ്ലാമിക ആചാരങ്ങൾ വർജിക്കണം, ഇസ്ലാം വിരുദ്ധ വിശ്വാസങ്ങൾ സമുദായത്തിന് പുറത്തേക്കുള്ള വഴി. എന്തിനാണ് ഇത്രയും വലിയ ഒച്ചപ്പാടുണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു MLA പൊതുപരിപാടിയിൽ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉദ്ഘാടനത്തിന് ഒരു വിളക്ക് കത്തിച്ചതിനാണ് ഇവർ ഇത്രയും വലിയ ഒച്ചപ്പാടുണ്ടാക്കുന്നത്. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ യഥാർത്ഥത്തിൽ? അല്ല, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. പക്ഷേ ഈ ഒച്ചപ്പാടുകളൊക്കെ ഇനി നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പം സമസ്തയുടെ കാര്യത്തിലേക്ക് ഞാൻ പറയാം കേട്ടോ. അതിനു മുമ്പ് യഥാർത്ഥത്തിൽ വിസ്ഡം ഗ്രൂപ്പിൻ്റെ TK അഷ്റഫ്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞാണ്, അവർക്ക് വിസ്ഡം എന്നുള്ളതല്ല, വേറെ എന്തെങ്കിലും പേരിടണോ എന്നുള്ളതാണ്. അത് പോട്ടെ. TK അഷ്റഫും അതുപോലെ തന്നെ ഹുസൈൻ മൗലവി എന്ന് പറയുന്ന അദ്ദേഹവും സമസ്തയുടെ നേതാവും ഒക്കെയാണ് ഇതിനെതിരെ അതിരംഗത്ത് വന്നത്. ഇവരൊക്കെ നേരത്തെയും പലതിനും രംഗത്ത് വന്നിട്ടുണ്ട്. ജനം ഇത് മറന്നുപോയിട്ടാണ്. ഇവരാണ് സൂംബ നൃത്തത്തിനെതിരെ രംഗത്ത് വന്നത്. സ്കൂളുകളിൽ സൂംബ പാടില്ല, ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് നിന്ന് കാണിക്കുന്നത് എന്ത് വൃത്തികേടാണെന്ന് പറഞ്ഞിട്ടുള്ളത്. സത്യത്തിൽ പോലീസ് ചെയ്യേണ്ട ആദ്യത്തെ കാര്യമുണ്ട്, ഇവരെയൊക്കെ ഒന്ന് ശരിക്കും നിയമപരമായിട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇവരെയൊക്കെ പിടിച്ചിട്ട് ഇവരുടെ മൊബൈലൊക്കെ ഒന്ന് പരിശോധിക്കുന്നതാണ് ഇവർ ഏതൊക്കെ വീഡിയോ കാണാറുണ്ട്. സത്യം പറഞ്ഞ പ്രശ്നം അവിടെ തീരും. അത് പുറത്തു വിട്ടേ വിഷയം തീരും. ഇതിന്റെ പോലീസ് ഇവരുടെ മൊബൈൽ പിടിക്കണം. മൊബൈൽ പിടിച്ചിട്ട് മൊബൈലിൽ ഇവര് കാണുന്ന വീഡിയോസ് ഏതാന്ന് നോക്കിയാൽ മതി. ചിലപ്പോൾ മറ്റേ ഇയാളുണ്ടല്ലോ, സിംഗപ്പൂരിൽ ഉണ്ടായിരുന്ന ഒരു വിവാദ പേര് ഞാൻ വിട്ടുപോയി. അല്ല, ഞാൻ പറയണത് ഇപ്പൊ ഇത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ ഈ പുറംപൂച്ചൊക്കെ പുറത്തിയാണ് ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ, ഈ വിസ്ഡം ഗ്രൂപ്പിലൊക്കെ എത്ര പേര് ആളുകൾ ഉണ്ടെന്നുള്ളത് ഗൗതം മനസ്സിലാക്കണം. വളരെ കുറച്ച് ആളുകൾ അവരുള്ളൂ. പക്ഷെ അവർക്ക് കിട്ടുന്ന മൈലേജ് എന്താണെന്ന് വെച്ചാൽ വലിയ കൂടുതലാണ്. ഈ വിസ്ഡം ഗ്രൂപ്പിനൊക്കെ തന്നെ ഒരു പുള്ളിയായിട്ട്, ഞാൻ എൻ്റെ പേര് വിട്ടു, ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ആളുണ്ട്, ഭയങ്കര ബുദ്ധിജീവിയായിട്ടാണ് പുള്ളി സ്വയം കരുതുന്നത്. രഞ്ജിത്ത് എന്ന് പറയുന്ന VS രഞ്ജിത്ത് എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തുണ്ട്, റിപ്പോർട്ടർ ചാനലിലാണ്. രഞ്ജിത്ത് ഒരു തവണ ഇന്റർവ്യൂ ചെയ്തു. രഞ്ജിത്ത് ഇന്റർവ്യൂ ചെയ്തപ്പോഴത്തേക്ക് വെറുതെ ഒരു ഇന്റർവ്യൂ അല്ലേ, രഞ്ജിത്ത് പാവമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇരുന്ന് കൊടുത്തത്. പക്ഷെ ആകെ അടപടെല്ലാം തകർന്നുപോയി. കാരണം ഇവർക്ക് ഇതൊന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊക്കെ അറിയാവുന്ന ആരുടെയെങ്കിലും അടുത്ത് ഇവരുടെ ഈ തങ്കട തരികിടയൊക്കെ എന്ത് പോകും. പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവരുടെയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഫണ്ടിങ് എവിടെ നിന്നാണ്, ഏതാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ആശയം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. ഇനി കേരളത്തിലുണ്ടാകുന്ന ഒന്ന്, സ്കൂൾ സമയമാറ്റത്തെ ഇതുപോലെ എതിർത്തു മാറ്റി എന്ന് പറഞ്ഞു. ഇനി അടുത്തത് ഈ പറയുന്ന സൂംബ നൃത്തത്തിന് ഇവർ എതിർത്തു. അത് കഴിഞ്ഞിട്ട് പല കാര്യങ്ങളെയും ഇവർ ഇനി ഇതുപോലെയുള്ള പുരോഗമനപരമായ പല നിലപാടുകളും ഇവർ എതിർക്കും. മനസ്സിലായോ? ഇനി അടുത്തത് ഈ ഫാത്തിമ തെഹ്ലിയുടെ വിഷയത്തിലേക്ക് വന്നാൽ, ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഇത് യഥാർത്ഥത്തിൽ ഇതിന് രണ്ട് വശങ്ങളുണ്ട്, അത് കാണാതെ പോരുത്. ഒന്ന്, ഇത് പണ്ടേ മുതലേ നിലവിളക്ക് കത്തിക്കാറില്ല. ഞാൻ കഴിഞ്ഞ ദിവസം താങ്കളോട് പറഞ്ഞല്ലോ, ഞാനത് വീണ്ടും ആവർത്തിക്കില്ല. ഇപ്പൊ ഇബ്രാഹിം കുഞ്ഞിയാണ് എന്താണെന്ന് വെച്ചാൽ, പുള്ളി നിലവിളക്ക് വളരെ ഭക്തിപൂർവ്വം പുള്ളി മേടിച്ചിട്ട് അടുത്ത ആളുടെ കയ്യിലേക്ക് കൊടുക്കും. എന്നിട്ട് അവര് കത്തിക്കും. അങ്ങനെ തീരുന്നവരെ പുള്ളി വേറെ ആളുകളെ കൊണ്ട് കത്തിക്കും. അത് കഴിയുമ്പോൾ പുള്ളി തന്നെ അത് തിരിച്ച് കയ്യിൽ മേടിക്കും. എന്നിട്ട് പുള്ളി താഴെ വെക്കും. അപ്പോൾ പുള്ളി കത്തിച്ചില്ലെന്നായി. അതേസമയം PK അബ്ദുറബ്ബക്ക് അത്രത്തോളം വിദഗ്ധനല്ലാത്തതുകൊണ്ട് പുള്ളി കത്തിക്കില്ല എന്ന് പറഞ്ഞു. ഇത് ഇവരുടെ മതത്തിൽ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം വെച്ചാൽ അങ്ങനെ ചില കടുംപിടുത്തങ്ങൾ ഇവർക്കുണ്ട്. കാരണം ഇവർ വളരെ റിജിഡ് ആയിട്ടുള്ളൊരു മതമാണ്. അതൊക്കെ കറക്റ്റ് തന്നെ. പക്ഷെ ഇനി അടുത്തത്, ഇവരുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്. നമ്മളിപ്പോ ഇത് കാണുമ്പോൾ മുസ്ലിം സമുദായം ഒന്നടങ്കം, അല്ലെങ്കിൽ അവരിങ്ങനെ ചിന്തിക്കുന്നു, അവരൊന്നും ഇങ്ങനെ ചിന്തിക്കുന്നില്ല. ചിലവര് എന്താണ് ഇപ്പോഴും വെളിച്ചം കിട്ടാത്തവരാണ് ഈ ഇത്തരത്തിലുള്ള ഈ മത നേതൃത്വം എന്നൊക്കെ പറഞ്ഞിട്ട് വിമർശിക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഉള്ളിലുള്ള യഥാർത്ഥ പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ഗ്രൂപ്പുകളിൽ പലരും അവര് വളരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ജമാഅത്തെ ഇസ്ലാമി, വിസ്ഡം ഗ്രൂപ്പ്, ഇത്തരം പല ആളുകൾ, സമസ്തക്ക് ഇവരെ ഈ ജമാഅത്തെ ഇസ്ലാമിയോട് വലിയ എതിർപ്പുള്ള ഒരു വിഭാഗമാണ് സമസ്ത എന്ന് പറയുന്നത്. അതേസമയം INLന്റെ നേതാവ്, നമ്മുടെ ഈ കഴിഞ്ഞോണം മന്ത്രിയായിരുന്നിട്ടുള്ള, കോഴിക്കോട് സൗത്തിൽ മത്സരിച്ച് ഇപ്പം ഇത്തവണ പരാജയപ്പെട്ടു പോയിട്ടുള്ള പുള്ളി പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട്. എന്താണെന്നറിയാമത്? ഈ നമ്മുടെ ഫാത്തിമ തെഹ്ലിയ ശരിക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ കാൻഡിഡേറ്റ് ആണെന്നാണ്. അപ്പൊ അത്തരം ചില പ്രശ്നങ്ങൾ കൂടി ഇതിൻ്റെ അകത്തുണ്ട്. ഇത് വിളക്കിന്റെയും വെളിച്ചത്തിന്റെയും മാത്രം പ്രശ്നമല്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് നേരത്തെയും ഇത്ര ഇഷ്യൂസ് ഉണ്ടാവാറുണ്ടായിരുന്നു. ഇത് എന്തുകൊണ്ടാണ് പൊങ്ങി വരാത്തതെന്ന് വിചാരിച്ചാൽ, ഇതിങ്ങനെ പൊക്കിക്കൊണ്ട് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോ സംഘപരിവാർ മീഡിയകൾക്കും നമ്മുടെ ചാനലുകൾക്കൊക്കെ ഇത് പൊക്കിക്കൊണ്ട് വരുമ്പോഴാണ് ഈ ഡിവിസീവ് പൊളിറ്റിക്സ് അങ്ങോട്ട് ഭീകരമാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ട് കൂട്ടരും, ഇതിലെ എക്സ്ട്രീമിസ്റ്റ് സൈഡിലുള്ള രണ്ട് കൂട്ടരും ഇതിനെ വളരെ ആഹ്ലാദിപ്പിൻ എന്നുള്ളതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേയുള്ള വിഷയം. ഞാൻ തിരിച്ച് ഗൗതത്തോട് ഒരു കാര്യം കൂടി ചോദിക്കുന്നു. ഇനിയിപ്പോൾ അവിടെ കത്തിച്ചു, അതങ്ങ് വിട്ടുകളയേണ്ട കാര്യം ഇവർക്കുള്ളൂ ഒന്ന്. ഇനി കത്തിച്ചില്ലെങ്കിൽ അതും അങ്ങനെ വിട്ടുകളയേണ്ട കാര്യമുള്ളൂ.
ഫാത്തിമ തെഹ്ലിയക്ക് വിളക്ക് കത്തിക്കുന്ന ഇഷ്ടമല്ല, പകരം ഞാൻ വിളക്കൊക്കെ ഊതിക്കെടുത്തു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തിട്ട് ഊതിക്കെടുത്തിട്ടല്ല നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? അവരാ ഉദ്ഘാടനത്തിന് വിളിക്കുന്നവര് നോക്കിയാൽ മതി. നിങ്ങൾ ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോൾ വിളക്ക് വേണോ നാട മുറിക്കണോ എന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്താൽ മതി, വിളിച്ചാൽ മതി. ഇനി ഇല്ലെങ്കിൽ ഫാത്തിമ തെഹ്ലിയോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇത് ആദ്യമേ ഞങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ ഇതൊരു വിഷയവുമില്ലല്ലോ. ഇതൊരു പൊതു ചടങ്ങല്ലേ. ഈ പൊതു ചടങ്ങിന് ഇപ്പൊ പി കെ അബ്ദുറബ്ബ് കത്തിച്ചിട്ടില്ലല്ലോ. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മമ്മൂട്ടി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് തിരുത്തിക്കൊണ്ട്, അതായത് ഇതൊരു പൊതു ചടങ്ങാണ് എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടി പക്ഷെ വിളക്ക് കത്തിച്ചു. അദ്ദേഹത്തെ ആ വേദിയിൽ നിന്ന് തന്നെ ഇട്ടിട്ട് മമ്മൂട്ടി കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മമ്മൂട്ടിക്ക് വിളക്ക് കത്തിക്കാതിരിക്കാൻ പറ്റില്ല. അതിന്റെ കാര്യം എന്താണെന്നറിയണി, ഇതൊക്കെ വിശാലമനസ്കത കൊണ്ടാണ് മാത്രമല്ല ഇത് കത്തിക്കണ. മമ്മൂട്ടിക്ക് ടിക്കറ്റ് എടുത്ത് കയറുമ്പോഴത്തേക്ക് മമ്മൂട്ടിക്ക് പറയാൻ പറ്റുമോ തിരുവനന്തപുരത്തും തൃശ്ശൂരും കോഴിക്കോട് മറ്റേ പാലക്കാടും അതുപോലെ തന്നെ എറണാകുളത്തും ഒക്കെയുള്ള ആളുകൾ ടിക്കറ്റ് എടുത്ത് കയറുന്നവര് മറ്റേ വിളക്ക് കത്തിക്കാത്ത മമ്മൂട്ടി ആരാധിക്കുന്നവര്? മമ്മൂട്ടിക്ക് കൃത്യമായിട്ട് ബോധമുണ്ട് ഇതൊരു വലിയ പൊതുസമൂഹമാണ്. ആ 3.5 കോടി ജനങ്ങളിൽ യഥാർത്ഥത്തിൽ ആ 3.5 കോടി ജനങ്ങളുടെയും ഒരു സപ്പോർട്ട് വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് കിട്ടിയാൽ മാത്രമേ അദ്ദേഹത്തിന് ഇവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ. ഒന്ന്, മമ്മൂട്ടിക്കൊക്കെ അതിൽ വലിയ സങ്കടമുള്ള ഒരാളാണ്. കാരണം എന്താ വെച്ചാൽ 3.5 കോടി ജനങ്ങളുടെ ഇടക്ക് വന്ന് പെട്ടുപോയല്ലോ എന്നുള്ളതാണ്. അതേസമയം ഒരു 25 കോടി 50 കോടി ജനങ്ങളുടെ ഇടക്ക് വലിയ ഹിന്ദി സിനിമയിലൊക്കെ അഭിനയിച്ചെങ്കിൽ ഇപ്പൊ എത്ര കോടിക്കണക്കിന് കാശുണ്ടായി എന്നാണ് മമ്മൂട്ടി വിചാരിക്കണം. അപ്പൊ അതുകൊണ്ട് മമ്മൂട്ടിക്ക് കൃത്യമായിട്ടത് പറയാം. ഒന്ന്, മമ്മൂട്ടിക്ക് ബോധമുണ്ട്. രണ്ടാമത്, മമ്മൂട്ടിക്ക് ബോധ്യവുമുണ്ട് തങ്ങളെ പിന്തുണക്കുന്നതിൽ ഒരു വിഭാഗത്തിന് മാത്രമായി പോയാൽ അതുണ്ടാക്കാൻ പോകുന്ന ഡാമേജ് എന്താണെന്ന് മമ്മൂട്ടിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ ഇവരെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഈ വിസ്ഡം എന്ന് പറയുന്ന ബുദ്ധിയില്ലാത്ത ആളുകളും അതുപോലെ തന്നെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരും ബാക്കിയുള്ളവർക്കൊന്നും അങ്ങനെ പോരാ. അവരെന്താ ചെയ്യേണ്ടത്? അവര് പറയുന്നത് അവരുടെ കൂടെ ആള് കൂടണമെങ്കിൽ ഈ വിഭാഗീയത വേണം, അവർക്ക് മറ്റാളുകൾ വേണ്ട. അല്ല, അപ്പൊ ഇവർക്ക് സാറ് പറയുന്നത് ഇവർക്കിടയിൽ അപ്പം ജാതി ഉണ്ടെന്ന്. ഇവർക്കിടയിൽ ജാതിയിൽ ഇവർക്കിടയിൽ വലിയ വകതിരിവുണ്ട്. താങ്കൾക്ക് ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ പ്രേക്ഷകർക്ക് പോലും ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാഞ്ഞിട്ടാണ്. ഇപ്പൊ വിസ്ഡം ഗ്രൂപ്പ് അവര് അംഗീകരിക്കുന്ന നിരവധി കാര്യങ്ങൾ ഇപ്പൊ ഇവർ അംഗീകരിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യങ്ങളൊന്നും സമസ്ത അംഗീകരിക്കുന്നില്ല. സമസ്ത ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുചേരുന്നതിന്, മുസ്ലിം ലീഗ് പോലും അടുക്കുന്നതിനെ സമസ്ത അതിനിശ്ചിതമായി എതിർക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, ബൈത്തു സക്കാത്ത് പോലെയുള്ള പരിപാടികൾ നടക്കുമ്പോൾ പാണക്കാട് തങ്ങൾമാർ പോലും വിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ പോകുന്നു എന്നാണ് സമസ്ത പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? ആ സമസ്തയിലുള്ള ചില നേതാക്കളെങ്കിലും വളരെ മോശമായ രീതിയിൽ പാണക്കാട് തങ്ങൾമാരെ അടക്കം അധിക്ഷേപിച്ചിട്ടുണ്ട്. ആ അധിക്ഷേപിച്ചതിനെതിരെ കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിന്റെ മറ്റേ ചർച്ചക്കൊക്കെ ഒരു പുള്ളി ഉണ്ടല്ലോ, ആ പുള്ളി മറുപടിയും പറഞ്ഞിട്ടുണ്ട് വളരെ ഇതായിട്ട്. അപ്പൊ അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇവർക്കിടയിൽ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട്. മനസ്സിലായത്? ഇപ്പൊ മുജാഹിദുകാര് ഈ മുജാഹിദുകാരനാണ് എന്ന് പറഞ്ഞ് സമസ്ത ഈ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഈ ലോകരാജ്യങ്ങളിലൊന്നുണ്ട്, ലോകരാജ്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയാണല്ലോ. അതല്ലാതെ പിന്നെ അവിടെ വേറെ ആരും ഇല്ലാത്ത സ്ഥലത്ത് മറ്റേ ബോംബ് പൊട്ടർ എങ്ങനെയാണ്? മനസ്സിലായി? ഇപ്പൊ ISIS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന ഉണ്ടായി. ആ ISIS എന്ന സംഘടനയ്ക്ക് പകരം അതിൽ നിന്ന് വിഭജിച്ചിട്ട് ISIS ഖൊറേസാൻ എന്ന് പറഞ്ഞ് പുതിയ സംഘടന വന്നേക്കണം. ഇതും പോരെന്നാ പറയണ. എങ്ങനെ സൗദി അറേബ്യയിൽ ബോംബ് പൊട്ടർ? എങ്ങനെയാണ് ഈ പറയുന്ന പോലെ ഇറാനിൽ ബോംബ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത്? അപ്പൊ ഇതിന്റെയൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ ഗൗതം വിചാരിക്കുന്ന പോലെ ഇതൊരു മതരാജ്യമായി മാറിക്കഴിയോ പിന്നെ നമ്മുടെ മതക്കാരെയുള്ള എല്ലാം സ്വന്തമായിട്ടിരിക്കാതെ വിചാരിച്ച് നടക്കില്ല. പിന്നെയും വേറെ വിഭജനത്തിന്റെ സാധ്യതകൾ ഇവർ കണ്ടെത്തും. അതാണ് ഷിയ സുന്നികള്, മുജാഹിദുകള്, ഈ പറയുന്ന പോലെ ബോറ കമ്മ്യൂണിറ്റി, റാവുത്തർ കമ്മ്യൂണിറ്റി, ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്, പല കൾച്ചറുകളുണ്ട്. അതുകൊണ്ട് ഇതൊന്നും അവസാനിക്കില്ല. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഫാത്തിമ തെഹ്ലി എന്ത് ചെയ്തിട്ടുള്ളത്. സമസ്തക്ക് വലിയ താല്പര്യം, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സമസ്തക്ക് അത്രത്തോളം താല്പര്യം സമസ്തയിലെ പല വിഭാഗങ്ങൾക്കും ഈ ഫാത്തിമ തെഹ്ലിയോട് ഇല്ല. മനസ്സിലായി? ആ ഫാത്തിമ തെഹ്ലിയോട് ഇല്ല എന്ന് മാത്രമല്ല, INLന്റെ അഹമ്മദ് ദേബർ കോവില് കോഴിക്കോട് സൗത്ത് നിന്ന് മത്സരിച്ച ഒരാൾ കൃത്യമായിട്ടൊരു പ്രസ്താവന നടത്തിയിരുന്നു. ഈ ഫാത്തിമ തെഹ്ലി എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ കാൻഡിഡേറ്റ് ആണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇതിലൊക്കെ ചില ശരികളുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. മനസ്സിലായോ? അപ്പൊ ഫാത്തിമ തെഹ്ലി അവിടെ കൗൺസിലറായിട്ട് മത്സരിച്ച് ജയിച്ച ഒരാളാണ്. അപ്പൊ അതിനുശേഷം ശരിക്കും MLA സീറ്റ് പെട്ടെന്ന് കിട്ടിയ ഒരാളാണ്. തോക്കും എന്ന് പറഞ്ഞ സീറ്റിലാണ് കൊടുത്തത്, അതൊക്കെ ശരി തന്നെ. പക്ഷെ ഫാത്തിമ തെഹ്ലിയുടെ ചില തന്ത്രങ്ങൾ കൊണ്ട് അവിടെ വിജയിച്ചു. ഇനി ഗൗതം വേറൊരു കാര്യം കൂടി കേട്ടാൽ ഇപ്പൊ ചെറിയൊരു അത്ഭുതം തോന്നും. എന്റെ പരിപൂർണമായിട്ടുള്ള വിശ്വാസം അവിടെ TP രാമകൃഷ്ണനെ തോൽപ്പിച്ചത് പല വിവാദങ്ങളുണ്ടായില്ല. ആ വിവാദങ്ങളുടെ പിന്നിൽ ആരാണെന്നുള്ളത് കൃത്യമായിട്ട് ഗൗതം വാർത്തകൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ. തീർച്ചയായും നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ, വാർത്തകള് ചില പ്രത്യേകമായിട്ടുള്ള ചാനലുകൾ അവരുടെ വാർത്തകൾ മാത്രം ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അതായത് ആ വാർത്തകളിലൂടെയാണ് ഇത് വലിയ പോപ്പപ്പ് ചെയ്ത് വരികയും വലിയ വിവാദമായി മാറുകയും അതൊക്കെ അവരിരുന്ന് ഇരുട്ടുമുറിയിലിരുന്ന് 3-4 വട്ടം ചർച്ച ചെയ്യുകയും ചെയ്തത് എന്തുകൊണ്ടാ? അത് കട്ട് ചെയ്ത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാ.
അപ്പൊ അത് അങ്ങനെ പല അജണ്ടകളും ഇതിനകത്തുണ്ട്. അല്ല, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അൾട്ടിമേറ്റ് അജണ്ട എന്താണെന്നറിയാം, അത് മുസ്ലിം ലീഗ് പോലും മനസ്സിലാക്കത്തുണ്ടോ എന്ന് എനിക്ക് സംശയമില്ല. അൾട്ടിമേറ്റ് അജണ്ട എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ പോലും പതുക്കെ പതുക്കെ കാർന്ന് തിന്നുകൊണ്ട് ഇവര് വളരുക എന്നുള്ളതാണ്. ഇനി ഇപ്പൊ സമസ്തയുടെ മുഷാവറ യോഗത്തിലാണ് ഈ നിലവിളക്ക് വിവാദം ചർച്ചയായത്. അവർ ഇത്തരത്തിലുള്ളൊരു പ്രതികരണം നടത്തിയത്. മതപുസ്തകത്തിൽ ഇല്ലാത്ത കാര്യം ചെയ്യരുത് തഹ്ലിയ, അത് തെറ്റാണ്, വിലക്കെന്താണ്, മതത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും എന്ന് പറയുന്നു. ഈ ശാസന, ഈ തിട്ടൂരം ഉണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ജനാധിപത്യ മതേതര രാജ്യത്താണ് ഇരിക്കുന്നത്. ഞാൻ പക്ഷെ പറയുമ്പോ ഒത്തിരി ചെറിയ അത്ഭുതം തോന്നും. ഈ സമസ്തക്കാരുണ്ടല്ലോ, ഇപ്പൊ ജെഫ്രി മുത്തുക്കോയ തങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊന്നും എനിക്ക് നേരിട്ട് പരിചയമുള്ള ആൾക്കാരല്ല. പക്ഷെ ഞാൻ ഗൗതത്തോട് തിരിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുഷാഫറ അംഗങ്ങളിൽ ഏതാണ്ട് ഒരു പകുതി കാൽഭാഗത്തോളം പേരും സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ആളുകളാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ അവരുടെ യഥാർത്ഥത്തിലുള്ള വിശ്വാസമാണ് ഇത് പ്രശ്നമാണെന്നുള്ളത്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, അവർക്കൊരു ദുരുദ്ദേശവും ഇല്ലാതെ അവരുടെ ഉള്ളിലുള്ള 100% വിശ്വാസമാണ് ഈ പ്രശ്നം എന്നുള്ളത്. മനസ്സിലായി? ഞാനടക്കം അവരെ നേരത്തെ വിമർശിച്ചിട്ടുണ്ട്. ഗൗതത്തിനൊക്കെ ഓർമ്മയുണ്ടോ, ഒരു കുട്ടിയെ 10ാം ക്ലാസ്സിൽ എന്ത് ചെയ്ത്, കുട്ടി പഠിക്കുന്ന കുട്ടിയെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചു, ആദരിക്കാനുള്ള ചടങ്ങ്. അപ്പൊ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ട് ഉടനെ ബൈക്കിലൂടെ ഇവര് വിളിക്കണത് അടിയുണ്ടാക്കണേ. കുട്ടിയെ വിളിക്കാൻ നിന്നോടാണ് പറഞ്ഞത്, നമ്മുടെ പേരിന് കുട്ടികളെ സ്റ്റേജിലേക്ക് വിളിക്കാറില്ലെന്നറിയില്ലേ, അങ്ങനെ വേണ്ടി വന്നാൽ തന്നെ അച്ഛനെ വിളിച്ചുകൂടെ എന്നൊക്കെ കേൾക്കണം. മനസ്സിലായി? പിതാവിനെ വിളിച്ചുകൂടെ എന്നൊക്കെ കേൾക്കണം. അപ്പൊ അതിന്റെ പുറത്ത് എന്നിട്ട് ആ മൈക്ക് അനൗൺസ്മെന്റ് നിൽക്കുന്ന ആൾ അപ്പൊ തന്നെ കള്ളം പറയുന്നത് നമ്മൾ കേട്ടു. പുള്ളിയാണ് കുട്ടീനെ വിളിച്ചത്. പുള്ളി പറഞ്ഞു, ഞാൻ കുട്ടീനെ വിളിച്ചിട്ടില്ലെന്നോ, ഞാൻ വിളിച്ചിട്ടില്ല, കൂടാതെ ഞാൻ എൻ്റെ മകളോട് വീട്ടിലിരിക്കുന്നോളാൻ പറയുന്നവരുടെ. അപ്പൊ ഇത്തരത്തിൽ ഉള്ള ശരിക്കും പറഞ്ഞാൽ അന്ധമായി വിശ്വസിക്കുന്ന ആളുകളുണ്ട്, ഇത് പറയുന്നതിന് എതിരായിട്ടൊന്നും ചെയ്യരുതെന്ന്. അങ്ങനെയുള്ള കുറെ പേരാണ് ഈ മുഷാവറയിൽ കുറച്ചു പേരെങ്കിലും. അവരുടെ ഉള്ളിനുള്ളിൽ ഞാൻ പറയുന്നത് അവർ ചെയ്യുന്നത് തെറ്റാണ്, പക്ഷെ അവരുടെ ഉള്ളിനുള്ളിൽ മറ്റേ കള്ളത്തരമില്ല. പക്ഷെ വിസ്ഡം ഗ്രൂപ്പ്, ടി.കെ. അഷ്റഫ്, അതുപോലെ തന്നെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി, ദാവീദ്, ഇവരുടെ ഉള്ളിൽ ഇവർക്കറിയാം ഇതൊന്നും അത്ര കടുംപിടുത്തം പിടിക്കേണ്ട ആവശ്യമില്ലെന്ന് ഇവർക്കറിയാം. പക്ഷെ ഇവര് കടുംപിടുത്തം പിടിക്കണമെന്ന് വെച്ചാൽ വളരെ വ്യക്തമായ ധാരണകളോടുകൂടിയാണ്. സാറേ, ഇത്തരത്തിലുള്ള കടുംപിടുത്തങ്ങൾ വരും ദിവസങ്ങളിൽ വർദ്ധിച്ച് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഇസ്ലാമോഫോബിയ ആളുകളുടെ ഉള്ളിൽ ജനിക്കുകയില്ലയോ? ഇപ്പോഴേ ജനിച്ചു കഴിഞ്ഞിട്ടത് എന്താ ഈ പറയുന്നത്? എന്തിനാ മറച്ചു വെക്കണത്? ഗൗതം ഇപ്പൊ ചെന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും വാടക വീട് അന്വേഷിച്ച് നോക്ക്, അപ്പൊ ചോദിക്കുക എന്താ പേരെന്ന് ചോദിക്കും. പേരെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗൗതം പറയണതാണ് ഒരു ആർക്കും മനസ്സിലാകാത്തൊരു പേര് പറഞ്ഞു നോക്കുക, അല്ല അച്ഛന്റെ പേരെന്താന്ന് ചോദിക്കും. അപ്പൊ എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ അമ്മയുടെ പേരെന്താന്ന് ചോദിക്കും. എന്നിട്ട് അതിനനുസരിച്ച് അവർ തീരുമാനം എടുക്കുള്ളൂ. ഇതൊക്കെ എന്തോരമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിനോടൊപ്പം ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഞെട്ടിപ്പോയി. അവൻ പറയുന്നുണ്ട്, വലിയ സമ്പന്നനായിട്ടുള്ള ഒരു കോൺട്രാക്ടർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പുള്ളി എന്നോട് പറയുന്നുണ്ട്, ഈ ഹോട്ടലിൽ കയറണ്ട, ആ ഹോട്ടലിൽ കയറണ്ട, കാരണം അത് അങ്ങനെ നമ്മുടെ ഹോട്ടലുകളല്ല. നമ്മുടെ ഹോട്ടലും, ഞാൻ ഹിന്ദുവും ബൈ ബർത്ത് ഞാൻ ഹിന്ദുവും, പുള്ളി ക്രിസ്ത്യനുമാണ്. പുള്ളി പറഞ്ഞാൽ അല്ല അവരുടെ ഹോട്ടലിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ 3 കിലോമീറ്റർ ഓടിച്ച് വേറൊരു വലിയ 4 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയിട്ടാണ് ഫുഡ് മേടിച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് സമയമില്ല, നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് കയറിയിട്ട് എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല. അപ്പൊ അങ്ങനെ വിഭജിച്ചിട്ടുണ്ട് മനസ്സിലായി, അതിലൊരു സംശയമില്ല. ഇതിന്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം ശരിക്കും മുസ്ലിം ലീഗും ഇവിടത്തെ ഉള്ള NSSും അതുപോലെ SNDPയും അടക്കമുള്ള സംഘടനകൾ പോലും മനസ്സിലാക്കിയില്ലെങ്കിൽ നാളെ ഈ സംഘടനകളെ പോലും വിഴുങ്ങുന്ന രീതിയിലുള്ള വർഗീയമായിട്ടുള്ള ശക്തികൾ ഇവിടെ എത്തും. അവർ കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ കയറിക്കൊണ്ടിരിക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ വലിയ വിവാദമാക്കി നടത്തിക്കൊണ്ടിരിക്കണം. സത്യത്തിൽ സമസ്ത ഇപ്പൊ അധികം കയറി കടിക്കേണ്ട ഒരു ആവശ്യമില്ല, അങ്ങ് വിട്ട് കളഞ്ഞാൽ മതി. പക്ഷെ സമസ്തയിലും കുറച്ച് തീവ്ര നിലപാടുകളായിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പൊ ഉമർ ഫൈസി മുക്കത്തിനെ പോലെയുള്ള ആളുകൾ തട്ടമിടാത്തവര് മറ്റേ ഒരുമ്പെട്ടോളാണ് എന്നൊക്കെ പറയുന്ന ഡയലോഗൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വിട്ടിട്ടുണ്ട്. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഓരോ സൈഡിലും ആളെ കൂട്ടണമെങ്കിൽ ഇപ്പൊ ഇത് പറയണം. സത്യത്തിൽ ഇപ്പൊ ഞാൻ പോലും കാണിക്കുന്ന മണ്ടത്തരാണ്. ഞാൻ ഏതെങ്കിലും ഒരു സൈഡിൽ തീവ്രത അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ ഒരു സംഘടന ഉണ്ടാവും. പണിയെടുക്കാതെ എന്ത് ചെയ്യാം, ജീവിക്കാം, പ്രശസ്തനുമാകാം. പക്ഷെ നമ്മൾ കുറച്ചുകൂടി തീതുപ്പുന്ന വാക്കുകൾ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ഈ നാട്ടിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം കൂടി ഒത്തിരി പറയാം, ഈ സംഘടനകളുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് അറിയൂ. ഇപ്പൊ മുസ്ലിം ലീഗ് തന്നെ, വിജയരാഘവൻ പറഞ്ഞത് കറക്റ്റാണ്. മുസ്ലിം ലീഗ് തന്നെ പകുതി ഓളം വരുന്ന ഒരു 10-20% വരുന്ന അവരുടെ അണികൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ പ്രചരണത്തിലേക്ക് വീണ് കഴിഞ്ഞു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ആ അണികളെയും കൂടി തൃപ്തിപ്പെടുത്തുന്ന തീരുമാനം മുസ്ലിം ലീഗിന് എടുക്കാൻ പറ്റൂ. മനസ്സിലായോ? NSSന്റെ 20% ശാഖകളുടെ നിയന്ത്രണം ഇപ്പൊ BJPയുടെ നേതാക്കന്മാരുടെ കൈകളിലാണ്. അപ്പൊ അതുകൊണ്ടാണ് സുകുമാരൻ നായർ ഒരു തീരുമാനം എടുക്കുമ്പോഴത്തേക്കും ഫ്ലെക്സ് ബോർഡുകൾ വരുന്നത്. മനസ്സിലായി? എതിരായിട്ട് ഇത് SNDPയുടെ പിന്നെ പറയേണ്ട കാര്യമില്ല. ഏതാണ്ട് ഈ പറഞ്ഞ പോലെ 10-15% ആളുകൾ അതുപോലെ ആയി കഴിഞ്ഞു.
അപ്പൊ ഇത്തരത്തിൽ ഓരോ സംഘടനകളെയും ഉത്തർപ്രദേശിലും അതുപോലെ മറ്റ് ബീഹാറിലും മറ്റു പല സ്ഥലങ്ങളിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ഒക്കെ ഉണ്ടായതുപോലെ ഇവര് ഇത്തരത്തിലുള്ള സംഘടനകളെ പതുക്കെ വിഴുങ്ങുകയും ഇവര് അപ്രമാദിത്വത്തിലേക്ക് എത്തുകയും ലാസ്റ്റ് അവര് പറയുന്നത് സംഘടനകൾ കേൾക്കേണ്ടി വരികയും ചെയ്യും. ഇത് യഥാർത്ഥത്തില് രാഷ്ട്രീയ ഒരു ചരിത്രത്തിന്റെ പുനർനിർമ്മിതിയാണ്. ഇപ്പൊ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ഒരു 20-25 കൊല്ലം മുമ്പ് CPM പറയുന്നതാണ് ഹിന്ദു ഈഴവരൊക്കെ തന്നെ അല്ലെങ്കിൽ ഒരു OBC ദളിത് വിഭാഗങ്ങളൊക്കെ തന്നെ കേട്ടുകൊണ്ടിരുന്നത്. അല്ലാതെ അവരുടെ സംഘടനകൾക്ക് പോലും അത്ര പ്രാമുഖ്യം ഇല്ല. അതുകൊണ്ടെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ VS അച്യുതാനന്ദൻ വെള്ളാപ്പള്ളി ഇടശ്ശനെതിരെ പറഞ്ഞിട്ട് വല്ല പ്രശ്നം ഉണ്ടായോ? ശരിക്കും ഞാനൊരു ഇതുമായി ബന്ധപ്പെട്ടിട്ട് മറ്റൊരു കാര്യം പറയാം സാറേ. ഇപ്പൊ നമ്മുടെ മലബാറിലൊക്കെ ഈ തെയ്യം എന്ന് പറയുന്ന ഒരു കൾച്ചർ ഉണ്ട്, ഒരു ആർട്ട് ഫോം ഉണ്ട്. അതൊക്കെ ആളുകളെ ഇൻക്ലൂസീവായിട്ട് എത്രമാത്രം ചേർത്ത് നിർത്തുന്നു. ഇപ്പൊ മുത്തപ്പനൊക്കെ അവിടെ എന്താണ് തട്ടവിട്ടിട്ടുള്ള സ്ത്രീകളടക്കം കാണാനായിട്ട് തൊഴാനായിട്ടൊക്കെ പോകും. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഇൻക്ലൂസീവ്നെസ് യഥാർത്ഥത്തിൽ ഇപ്പോ എന്താണ് ഇങ്ങനെയുള്ള പല സംഘടനകൾ കാരണമൊക്കെ ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇപ്പം പല കാവുകളിലും ഇതേപോലുള്ള ക്ഷേത്രങ്ങളിൽ പോലും അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നിട്ടുള്ള ബോർഡുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. നേരത്തെ ഇത് ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കുറയും ഗൗതം. കാരണം എന്താ പറയുക, ജനത്തിന് പേടിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ എന്നെ എല്ലാ ദിവസവും പള്ളിയിൽ കൊണ്ടുവരുന്നതാണ്. പക്ഷെ ഇന്നിപ്പോ ഞാൻ പഠിക്കുകയാണെങ്കിൽ എന്നെ പോലൊരു കുട്ടിയെ പള്ളിയിൽ കൊണ്ടുപോകാനായിട്ട് ഏതെങ്കിലും സിസ്റ്റർ മുതിരുമെന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം എന്താണെന്നറിയാമോ, അത് മതപരിവർത്തനത്തിലുള്ള കാര്യമാണെന്ന് ആരെങ്കിലും ഒരു പരാതി പറഞ്ഞ പണിപാടി. മനസ്സിലായ? അവര് ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായതുകൊണ്ട് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് സ്നേഹം കൊണ്ട് ഒരു വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു സിസ്റ്റർ എന്നെ എല്ലാ ദിവസവും വിളിച്ച് പള്ളിയിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കുകയും അവരുടെ ദൈവത്തിന്റെ അനുഗ്രഹം കൂടി എനിക്ക് കിട്ടണമെന്ന് പറയുകയും 4ാം ക്ലാസ് കഴിഞ്ഞ് ഒരിക്കലും ഇല്ലാത്ത പോലെ ഞാൻ പിരിഞ്ഞു വന്നപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് ഒരു അരമണിക്കൂറോളം കരയുകയും ചെയ്ത ഒരു സിസ്റ്ററാണ്. പക്ഷെ ഇന്നത് ആരും ചെയ്യില്ല. എന്നിട്ട് അവരെന്നെ അനുഗ്രഹിച്ചത് മന്ത്രിയാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോഴും അറിയില്ല, പഠിക്കുന്ന ഒരാൾ അങ്ങനെ അനുഗ്രഹിക്കേണ്ടതില്ല. എന്നെ ആരെ സംബന്ധിച്ച് അത്ഭുതമാണ്. എൻ്റെ അമ്മയൊക്കെ കണ്ടേക്കാണ്. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു കാര്യം ഇപ്പൊ ചെയ്യാനായിട്ട് ആളുകൾ മടിക്കും. എന്താ കാര്യം? ഇനി ഞാൻ എത്രയോ തവണ പള്ളിയിൽ പോയിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്തുള്ള എൻ്റെ വീടിൻ്റെ ഒക്കെ അടുത്തുള്ള ഒരു കപ്പുച്ചിൻ ആശ്രമത്തിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ അവിടെ ഉണ്ടാക്കുന്ന നല്ല ചൂടുള്ള ബ്രെഡ് കിട്ടുമായിരുന്നു. ആ ബ്രെഡ് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ 20-25 കൊല്ലത്തിന് ശേഷം ഞാൻ അതിൻ്റെ അടുത്തൊരു കടയിൽ ചോദിച്ചു, ഇപ്പോൾ അവിടെ ബ്രെഡ് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ ആ കടക്കാരൻ എന്നോട് ചോക്കിട്ട് ചെട്ടിയിട്ട് പറയാണ്, അതൊക്കെ എന്നേ നിർത്തി സാറേ, എന്താണ് ഈ പറയണത് ചോദിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ആ ബ്രെഡ് കിട്ടുകയും നമ്മൾ അവിടെ ചെന്ന് കളിക്കുകയും ബാഡ്മിന്റൺ കളിക്കുകയും പള്ളിയിൽ പോവുകയും ചിലപ്പോൾ അവിടെ നിന്ന് വെള്ളം കുടിക്കുകയും ഇതൊക്കെ ചെയ്തിരുന്നു. ഇപ്പൊ ഈ കാലത്ത് അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇനി അമ്പലങ്ങൾ ഉത്സവങ്ങളിൽ ഇവര് വളരെ സന്തോഷത്തോടെ പങ്കെടുത്തിരുന്നു. ഇനി പങ്കെടുക്കൂ? എത്രയോ ആളുകൾ പങ്കെടുത്തിരുന്നു. ഗൗതം പറഞ്ഞാൽ ഇനിയിപ്പോ പബ്ലിക്കായിട്ട് ഇന്ന് തൊഴാൻ ആളുകൾ പഠിക്കില്ല. കാരണം തൊഴുതാൽ നിങ്ങൾ മുസ്ലിം വിരുദ്ധമാണ്, ഇസ്ലാമിക വിരുദ്ധമാണ്, ഇതിന്ന് പുറത്താകണമെന്ന് ആരും ചെയ്യുക. അതുകൊണ്ട് നമ്മളെ കുറിച്ച് തന്നെ പറയും നമ്മൾ ഭയങ്കര ബുദ്ധിമാന്മാരാണ്, പ്രബുദ്ധരാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇടുങ്ങി ഓരോ കമ്പാർട്ട്മെന്റിലേക്ക് പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സത്യത്തിൽ ഗൗതം ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു പള്ളിയിലേക്ക് ഒരു അമ്പലത്തിന് വേണ്ടി പള്ളിയുടെ ഗ്രൗണ്ട് വിട്ടുകൊടുത്താൽ അത് മതേതരത്വത്തിന്റെ വാർത്തയാണ്. ഇനി ഒരു പള്ളിയുടെ പെരുന്നാളിന് ശരിക്കും ഹിന്ദുക്കളൊക്കെ കൂടി വലിയ സന്തോഷത്തോടെ പങ്കെടുക്കുന്നു പറഞ്ഞാൽ അത് മതേതരത്വത്തിന്റെ വലിയ വാർത്തയാണ്. എങ്ങനെ വാർത്ത എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വാർത്ത എന്ന് പറയുന്ന ഒരു അൺയൂഷ്വൽ തിങ് ആണ്. ഒരു പട്ടി ഒരു മനുഷ്യനെ കടിച്ചാൽ അത് വാർത്തയല്ല, പക്ഷെ മനുഷ്യൻ പട്ടിയെ കടിച്ചാൽ വാർത്തയാണെന്ന് പറയും. ജേർണലിസം പഠിപ്പിക്കുമോ? എന്താ കാര്യം? അത് സാധാരണ സംഭവിക്കാത്തൊരു കാര്യമാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇപ്പൊ റീലാണല്ലോ നമ്മളെല്ലാവരും വാച്ച് ചെയ്യുന്നത്, ഒരു റീല് കണ്ടു. അതിലൊരു ഹിന്ദു സന്യാസി ഈ നിസ്കാരത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിസ്കാരം എത്രമാത്രം മഹത്വമാണ്, ഇസ്ലാമിലെ ഏകതയെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അതിന്റെ താഴത്ത് വന്നിട്ട് ഒരു പണ്ഡിതൻ, ഒരു ഇസ്ലാമിക പണ്ഡിതൻ തന്നെ വന്നിട്ട് കമന്റ് ചെയ്തിരിക്കുകയാണ്, ഇയാള് സർവ മതക്കാരനാണ്, ഇയാളെ അധികം പ്രോത്സാഹിപ്പിക്കരുത്. അതെ. ശരിക്കും പറഞ്ഞാൽ അവൻ മനുഷ്യനാണ്, അവരെ തല്ലിക്കൊല്ലണോ എന്ന് പറയുന്നത്. അതാണ് ഇപ്പൊ നാട്ടിലെ അവസ്ഥ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് പിടിച്ചാലേ ഇത് ചെയ്യാൻ പറ്റൂ, നമുക്ക് റീച്ച് കിട്ടുള്ളൂ, നമുക്ക് ആളുകൾ കാണാനുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഗൗതം എടുത്തു നോക്കിക്കോ, ഇപ്പൊ പല ആളുകളും ഈ പറയുന്ന പ്രഭാഷണങ്ങൾ നടക്കുന്ന ആളുകൾ തീവ്രമായിട്ട് പറയുന്ന ആളുകൾക്കാണ് കൂടുതൽ കാഴ്ചക്കാരുള്ളത്. അത് രണ്ട് സൈഡിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ പിന്നെ അല്ലാതെ തിരുവനന്തപുരത്തെ മറ്റേ ഇമാം വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തുന്നു, അല്ലെങ്കിൽ CPI കാരനായിരുന്ന പഴയ KN ഖാദർ, അദ്ദേഹം ഇപ്പൊ മുസ്ലിം ലീഗിന്റെ MLA കേരള നേതാവാണ്. ആ KN ഖാദർ ശബരിമലയെ കുറിച്ചും ഹിന്ദു പുരാണങ്ങളെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രസംഗം നിയമസഭ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര വലിയ കാര്യമായിട്ട് നമ്മൾ എടുക്കുന്നതിന്റെ കാര്യം അങ്ങനെ ഒന്നും സാധാരണ ഇപ്പൊ സംഭവിക്കാത്തതുകൊണ്ടാണ്. നമ്മളെല്ലാം ഇടകലർന്ന് വളരെ മനുഷ്യത്വപരമായി മര്യാദക്ക് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇനി
പണ്ടൊന്നും ഇല്ലാതിരുന്ന ഈ നിലവിളക്ക് വിവാദങ്ങൾ പോലും വലിയ തോതിൽ വിഷയമാകുന്നതിന് പിന്നിലൊക്കെ വലിയ അജണ്ടകളുണ്ട്. അതുകൊണ്ട് അധിക കാലം ഇവിടെയുള്ള സാധാരണ രാഷ്ട്രീയ പാർട്ടികളും ആളുകളും ഒക്കെ നിൽക്കുമെന്ന് പോലും എനിക്കറിയില്ല. ഗൗതം തന്നെ ഈ സമസ്ത എന്ന് പറഞ്ഞ സംഘടന കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര ആളുണ്ടോ? അതെ, സമസ്ത ഒരു 5-6 വർഷം. ശരിക്കും ഈ സമസ്ത എന്ന് പറഞ്ഞ സംഘടന രാഷ്ട്രീയത്തിൽ അഭിപ്രായം പറയുകയോ അവരുടെ നേതാക്കന്മാർ വന്ന് വലിയ തോതിൽ വായിൽ വർത്താനം പറയുകയോ അതിന് വലിയ പ്രാധാന്യം കിട്ടുകയും ചെയ്യാറുണ്ടായില്ല. അവർക്ക് രാഷ്ട്രീയമായ ആവശ്യങ്ങളുണ്ടെങ്കിൽ അവർ മുസ്ലിം ലീഗിനെ സമീപിക്കുകയും മുസ്ലിം ലീഗ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വഴി അത് നടത്തിയെടുക്കുകയും ചെയ്യുന്ന പടിയാണ് പണ്ട് പോലെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അവർ അതിനെയും ഓവർടേക്ക് ചെയ്ത് യഥാർത്ഥത്തിൽ അവർ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹവുമായിട്ടൊരു പാലം ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അങ്ങനെ ജെഫ്രി മുത്തുക്കോയ തങ്ങളടക്കമുള്ള നിരവധി ആളുകൾ അങ്ങനെ ഒരു പാലം ഉണ്ടാക്കുന്ന ലെവലിലേക്ക് ആ സംഘടനയുടെ പ്രസക്തി വലിയ തോതിൽ ഉയർന്നു. യാഥാസ്ഥികതയ്ക്കെതിരെ, ഇത്തരത്തിലുള്ള യാഥാസ്ഥികതയ്ക്കെതിരെ അതിനെ എതിർക്കാനായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ആളുകൾ വരേണ്ടതല്ല, അത് വരുന്നുണ്ടോ? മുസ്ലിം കമ്മ്യൂണിറ്റി ആരിഫ് ഹുസൈൻ തെരുവത്ത് മാത്രം ചെയ്യേണ്ടതല്ല. ആരിഫ് ഹുസൈൻ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ നിരവധി പേര് വരുന്നുണ്ട്. പരസ്യ പ്രസ്താവന ഞാൻ കണ്ടില്ല അധികമൊന്നും. അല്ല, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ രാഷ്ട്രീയക്കാരും ഇവരെ എതിർക്കില്ല. കാരണം വെച്ചാൽ വോട്ട് കിട്ടണം എന്നുള്ളത് കൊണ്ടിട്ട് എല്ലാവരും വെറുതെ ആ ഏണി കയറി പിടിക്കണ്ട എന്നുള്ളത് വിചാരിക്കും. വളരെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയുമോ? അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറുപ്പക്കാരായിട്ടുള്ള നിരവധി ആളുകൾ ഇവരൊന്നും പറയുന്നത് കേൾക്കാതെ ജീവിക്കുന്ന ആളുകളാണ്. ഞാനിപ്പോ ഇവരുടെയൊക്കെ വീട്ടിലെ കാര്യം പോലും പറയുന്നില്ല. ഇവരുടെ പല നേതാക്കന്മാരും, ഈ പ്രസ്താവന നടത്തുന്ന പല നേതാക്കന്മാരുടെയും കൊച്ചുമക്കളടക്കമുള്ള ആളുകൾ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുകയും അവരവിടെ വളരെ ലാവിഷായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അവരാകെ ഒറ്റ കാര്യം ചെയ്യാത്തതുണ്ട്. കാരണം അവിടെ അതൊന്നും റീൽ എടുത്ത് ഇടാറില്ലെന്ന് മാത്രം. കാരണം റീൽ എടുത്തിട്ടാൽ ഇവിടെ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ഉകിലാം. അവരൊക്കെ വളരെ വളരെ നോർമൽ ആയിട്ടുള്ള ജീവിതം ആസ്വദിക്കുന്നവരാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോയി പുറത്തെത്തുമ്പോൾ അവർക്കറിയാം അവിടെ ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ പാഴ്സിയോ സിക്കോ ഒന്നുമില്ല. ചിലപ്പോൾ പാകിസ്ഥാൻകാരനായിരിക്കും സഹായിക്കുക, ചിലപ്പോൾ വേറെ ആളുകളായിരിക്കും സഹായിക്കുക, അങ്ങനെ ഫ്രണ്ട്സ് ഉണ്ടാവുന്നത് വേറെ പല ആളുകളായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു കൾച്ചറിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മടുമടുപ്പൻ വൈര്യനിരാധന ബുദ്ധിയോടുകൂടി ഈ മതത്തിന്റെ വേലിക്കെട്ടുകൾക്ക് ഒന്നും നിൽക്കാൻ അവർ തയ്യാറല്ല. സത്യത്തില് ഗൗതത്തിന് അറിയുമെന്നറിയില്ല. അതുകൊണ്ട് സമസ്ത എല്ലാ കാലത്തും മുസ്ലിം സ്ത്രീകള് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് പോലും എതിരാണ്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ എടുത്തു കേട്ടോ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എതിർത്തു ഇതിനെ, വിളക്ക് കത്തിച്ചതിനെ. അല്ല, എതിർക്കും. കാരണം എന്ന് വെച്ചാൽ അവരുടെ എല്ലാം എക്സിസ്റ്റൻസ് ഈ എതിർപ്പിലാണ്. അവരുടെ എല്ലാം എക്സിസ്റ്റൻസ് ഗൗതം ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ ജീവിക്കുന്നത് മതം കൊണ്ടാണ്, ആ മതപരമായിട്ടുള്ള കെട്ടുറപ്പ് കൊണ്ടാണെങ്കിൽ ഞാൻ പിന്നെ അതിനെ എതിർക്കില്ലേ? മതം നിലനിന്നാൽ എനിക്ക് മതത്തിന്റെ പ്രഭാഷകനായി ജീവിക്കാൻ പറ്റൂ. അല്ലാതെ നാളെ മതമില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? മതപ്പം വേലിക്കെട്ടാണ്. സത്യത്തില് ഇവിടെ ഇന്ത്യയിലെ മതവകാരം നിരോധിച്ച് മതമില്ലാതായിട്ടുണ്ടെങ്കിലാണല്ല കോടിക്കണക്കിന് ആളുകൾ ജോലിയില്ലാത്തവരായി പോകും. ഇന്ത്യയിൽ ഞാൻ പറഞ്ഞില്ല, IT കമ്പനികളെക്കാളും അല്ലെങ്കിൽ ബാക്കിയുള്ളവരെക്കാളും ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കുന്നത് മതമാണ്. ആ മതത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, അമ്പലങ്ങളാണ്, പള്ളികളാണ്, മോസ്കുകളാണ്. അപ്പൊ അതൊന്നും ഇല്ലെങ്കിൽ പണിവാളും. ഇസ്ലാമിൽ അടിസ്ഥാനമില്ലാത്തതും ഇതര മതസ്ഥർ അവരുടെ മതാചാരമായി നിർവഹിക്കുകയും ചെയ്യുന്ന ചടങ്ങുകളും ആചാരങ്ങളും മുസ്ലിങ്ങൾ വർജിക്കണമെന്നാണ് പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത്. അല്ല, അവരുടെ ഡ്യൂട്ടി അതാണ്. അവരുടെ ഡ്യൂട്ടി എന്താ? സമസ്തയുടെ ഡ്യൂട്ടി, സമസ്തയുടെ മുഷാവറ എന്ന് പറയുന്ന പണ്ഡിത സഭയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് മതം അതുപോലെ തന്നെ ഒരു പ്രശ്നവുമില്ലാതെ ഇതുപോലെ തന്നെ നിൽക്കണം. അങ്ങനെ നിന്നാലേ അവർക്ക് നിലനിൽപ്പുള്ളൂ. അത് വളരെ ലളിതമായിട്ടുള്ള യുക്തിയാണ്. നാളെ ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ ഗോതോട്, നാളെ ഹിന്ദു സമൂഹത്തിൽ എല്ലാവരും ജാതിയില്ല, ഞങ്ങൾക്ക് മതമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ SNDP എന്ന് പറഞ്ഞ സംഘടന വെള്ളാപ്പള്ളി ഉണ്ടാവുമോ? SNDP ഒരുപക്ഷെ നിലനിൽക്കുമായിരിക്കും. ബാക്കി വെള്ളാപ്പള്ളിക്ക് എന്ത് പ്രസക്തി ഉണ്ടാവും? സുകുമാരൻ നായർക്ക് എന്ത് പ്രസക്തി ഉണ്ടാവും? പുന്നല ശ്രീകുമാരൻ എന്ത് പ്രസക്തി ഉണ്ടാവും? ക്വൈറ്റ് സിമ്പിൾ. അപ്പൊ അവരെന്ത് ചെയ്യും? ആ ഡിവൈഡ് നിലനിർത്തണം എന്നുള്ളത് കൂടി അവർ ആഗ്രഹിക്കും. ഇനി പ്രധാനപ്പെട്ടിട്ട് ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇനി ഉദ്ഘാടനത്തിന് പോകുമ്പോൾ തെഹലി എന്ത് നിലപാടെടുക്കുന്നുള്ളതാണ്. അതെ, ഇനി ഉദ്ഘാടനത്തിന് പോകുമ്പോൾ തെഹലി ഒരു നിലപാടും എടുക്കില്ല. തെഹലി നൈസായിട്ട് രഹസ്യമായിട്ട് മിക്കവാറും പറയും, അതായത് പ്ലീസ് നിലവിളക്ക് ഉണ്ടാവും എന്ന് ചോദിക്കും. നിലവിളക്ക് ഉണ്ടാവരുത്, ഞാൻ എന്ത് ചെയ്തോളാം, റിബൺ മുറിച്ചോളാം, വേണമെങ്കിൽ പന്തം കത്തിച്ചോളാം എന്ന് പറയും. അത്രേ ഉള്ളൂ. കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴി എന്താ സംഭവിക്കാന്നറിയോ? ഈ പ്രഷർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോ സർക്കാർ തീരുമാനിക്കും എന്തിനാണ് നിലവിളക്കിന്റെ ആവശ്യം എന്താ, ഇത് പുരോഗമന കാലഘട്ടമാണല്ലോ, ഇപ്പൊ റിബൺ മുറിച്ചാൽ മതി, അല്ലെങ്കിൽ പുതിയ ആധുനികപരമായിട്ടുള്ള എന്തെങ്കിലും സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ കത്തുന്ന ലൈറ്റ് കത്തുന്ന പോലത്തെ അങ്ങനത്തെ ഒരു സംവിധാനമൊക്കെ വരേണ്ടതല്ലേ?
ഇത് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഇത് പ്രഷറാണെന്നാണ്. അല്ല, നേരെ തിരിച്ചാണ് സമസ്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് എനിക്ക് ചിരി വന്നത്. അത് താങ്കൾ കേൾക്കാത്തതുകൊണ്ടാണ്. മുസ്ലിം സമുദായ അംഗങ്ങൾക്ക് ഈ നാട്ടിലെ കൾച്ചറിന്റെ ഭാഗമായ അല്ലെങ്കിൽ ഹിന്ദു കൾച്ചറിന്റെ ഒക്കെ ഭാഗമാണെന്ന് അവർ വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഇസ്ലാമികമല്ല എന്നവർ വിചാരിക്കുന്ന നിലവിളക്ക് കൊളുത്തേണ്ട നിർബന്ധിത അവസ്ഥയിലേക്ക്, സമ്മർദ്ദത്തിലേക്ക് അവരെത്തിച്ചേരുന്നു എന്നാണ് സമസ്ത വിചാരിക്കണം. എന്തുകൊണ്ടാണെന്നറിയാമോ? അവർക്ക് മറ്റ് സമുദായക്കാരുടെ ഒട്ടുകൂടി കിട്ടേണ്ടതുള്ളതുകൊണ്ട്. അപ്പൊ ആ സമ്മർദ്ദത്തിന് നിങ്ങൾ കീഴ്പ്പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്നാണ് പറയുന്നത്. ഇതിൽ പെടാൻ പോണ എവിടെയെന്ന് അറിയാമോ? പെടാൻ പോണ എവിടെയെന്ന് വെച്ചാൽ ഇനി ഗവൺമെന്റിന്റെ പരിപാടി നടത്തുമ്പോഴാണ്. ബാക്കി എല്ലാ പരിപാടികളിൽ ഒഴിയാ. കാരണം പ്രശ്നമില്ല. കാരണം എന്താ, ഗൗതം പറഞ്ഞ പോലെ എന്തുണ്ടെങ്കിൽ വരുമ്പോൾ തന്നെ ചോദിച്ചാൽ മതി. അതായത് ഗൗതം ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പറ്റും. അപ്പോൾ രതീഷ് ചക്രവാർത്തി വരുമ്പോൾ ഞാൻ പറഞ്ഞാൽ മതി, ഞാൻ വേണമെങ്കിൽ മെഴുകിരി കത്തിക്കേണ്ട, ഞാൻ വിളക്ക് കത്തിക്കൂല എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരുന്നത്. കാരണം ഒന്നില്ലെങ്കിൽ എന്നെ വിളിക്കണ്ട, അല്ലെങ്കിൽ എന്ത് ചെയ്യും. പക്ഷേ ഇപ്പൊ നമ്മൾ പ്രശ്നം ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ പരിപാടി ഉണ്ടോ, ആ ഗവൺമെന്റ് ഒഫീഷ്യൽ പരിപാടിയിൽ നിലവിളക്ക് ഉണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്ന് പറയുന്നത് ഒരു വലിയ സാർ. ഇപ്പൊ നമ്മളിപ്പോ പറയുന്നു, ഈ ടോക്ക് കേൾക്കുമ്പോൾ പലരും പറയും നിങ്ങൾ ഇസ്ലാം വിരുദ്ധരാണ്, നിങ്ങൾ എന്തിനാണ് മുസ്ലിങ്ങളെ ഇങ്ങനെ ആക്രമിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റുകൾ വരാം. ഞാൻ പറയുന്നത് ഒരു മതേതര സമൂഹത്തില്, ഒരു കൾച്ചറില് നമ്മളെല്ലാവരും ഇടകലർന്ന് ജീവിക്കുന്ന ആളുകളാണ്. അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് വരുമ്പം അതിനെ എതിർക്കുക എന്നല്ലാതെ വേറെ എന്താ ചെയ്യുക? ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇതിന്റെ പ്രശ്നം എവിടെയെന്നറിയാമോ? നമ്മളൊരു ഇടകലർന്ന് ജീവിക്കേണ്ട അവസ്ഥകൾ വരുമ്പോൾ നമ്മൾ വളരെ ലളിതമായിട്ട് നമ്മുടെ ഇത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മതത്തിന്റെ ചട്ടക്കൂട് വേണോ വേണ്ടേ എന്നുള്ളത് ആ മതത്തിന് അകത്ത് നിൽക്കുന്നവർ ആലോചിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾ അറിയേണ്ടത് ഈ ഇസ്ലാം എന്ന് പറയുന്ന, മുസ്ലിം എന്ന് പറയുന്ന മതവും, അല്ലെങ്കിൽ ഇപ്പൊ ജൂതമതം, ഈ ജൂതമതത്തിലുള്ള ആളുകളൊന്നും ഒരാളായിട്ട് മിങ്കിൾ ചെയ്യില്ല. എന്താ കാര്യം എന്നറിയോ? അവരുടെ മതത്തിന്റെ ചിട്ടകൾ അവർ ഭയങ്കരമായി എന്ത് ചെയ്യുന്നവരാണ്, ഫോളോ ചെയ്യുന്നവരാണ്. അപ്പൊ എന്താ വെച്ചാൽ അവർക്ക് ഇടകലരാൻ പറ്റില്ല. അതുകൊണ്ട് അവർ ഒറ്റപ്പെട്ട ജീവിക്കണം. ഏത് ലോകത്തെ ജീവിതത്തിൽ ചെന്നാലും ഒറ്റപ്പെട്ട ജീവിക്കണം. ഇനി ഇതിന്റെയൊക്കെ ഒരു എക്സ്ട്രീം പോയിന്റുകളുണ്ട്. ഇപ്പൊ നമ്മള് ഇപ്പൊ ദലൈലാമയുടെയൊക്കെ ക്ഷേത്രവും ബുദ്ധമതവും ഒക്കെ ഉണ്ട്. എങ്ങനെ ആളുകൾ വന്നേന്ന് ഗൗതത്തിനറിയാം? നിക്കൂന ഒറ്റ വീഴ്ച, ഏത് താഴേക്ക്. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ആ തല ഇറക്കടുത്ത് വീണ്ടും എഴുന്നേറ്റ് നിന്ന് വീണിട്ട് പിന്നെയും വരും. ഗൗതത്തിന് ചിന്തിക്കാൻ പറ്റുമോ ഇങ്ങനെ കിലോമീറ്ററുകളുള്ള ആളുകൾ വീണ് വരുമെന്ന്? വരും. മനസ്സിലായി? അവർ ആ ദൈവത്തിന്റെ ഒരു ഇത് കറക്കുന്ന കണ്ടുണ്ടാകും. അത് നിർത്താതെ ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത്തരത്തിൽ പലപ്പോഴും ഈ പറയുന്ന പോലെ രൂഢമൂലമായി പോകുന്ന, ഞരമ്പുകളിൽ പടർന്നു പോകുന്ന മതത്തിന്റെ വേലിക്കെട്ടുകളും വിശ്വാസങ്ങളും ഉണ്ട്. അത് ഓരോ ദിവസവും ഇങ്ങനെ റിജിഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റിജിഡ് ആയാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് മറ്റ് മതക്കാരുടെയും സമുദായത്തിന്റെയും ഉള്ളിൽ തീവ്രത ഉള്ളവരല്ല. നമുക്ക് മുസ്ലിം സമുദായത്തോടൊരു വിരോധമില്ല. ഈ മുസ്ലിം സമുദായത്തിനുള്ളിൽ ഇത്രയും കർക്കശമായ നിലപാടുകൾ എടുക്കുന്ന ആളുകളോടാണ് നമുക്ക് വിരോധം. അത് യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിൽ സ്പർദ്ധ പടർത്തുമെന്നുള്ളതുകൊണ്ടാണ്. ഈ മുസ്ലിം സമുദായത്തിൽ ഒരാളെ പോലും നമ്മൾ ഒരു കുഴപ്പവും പറഞ്ഞിട്ടില്ല. അവർ സാധാരണ വിശ്വസിക്കുന്നതിന് നമ്മൾ ഒരു കുഴപ്പവും വന്നിട്ടില്ല. നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഗൗതത്തിന് അറിയാവുന്ന ഒരു കാര്യമുണ്ടല്ലോ, എൻ്റെ ഓഫീസിൽ പോലും എൻ്റെ ചുറ്റും നടന്നുകൊണ്ടിരുന്ന ആളുകൾ മുഴുവൻ ഈ സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ്. ഇതൊക്കെ പറയേണ്ടി വരുന്നത് സങ്കടമാണ്. അങ്ങനെയുള്ള ആളുകളാണ്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇവരെയൊക്കെ നമ്മൾ സൂക്ഷിക്കണോട്ടാന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രയും നമ്മുടെ നാട് മാറിപ്പോയി. പ്രഗത്ഭരായിട്ടുള്ള പലരോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്കങ്ങനെ വിചാരമൊന്നും ഇല്ലാത്ത ഒരാളാണ്. എനിക്കതുകൊണ്ട് ആരെങ്കിലും വിരുദ്ധനാണെന്ന്, വിരുദ്ധനല്ലെന്ന് പറഞ്ഞ് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, നിങ്ങൾ ഹിന്ദു മതത്തിലാണെങ്കിലും ക്രിസ്ത്യൻ മതത്തിലാണെങ്കിലും ബുദ്ധമതത്തിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇസ്ലാം മതത്തിലാണെങ്കിലും ഒരു പൊതുവായിട്ടുള്ള ചടങ്ങുകളിൽ നിങ്ങൾ അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യണം. അല്ലാതെ എൻ്റെ മതപരമായ കാര്യത്തിന് വേണ്ടി ഞാനതിൽ വാശി പിടിക്കണം എന്ന് നിർബന്ധം പിടിക്കരുത്. എന്തിനാണ്? അതിന്റെ ആവശ്യമില്ല. അത്രേ ഉള്ളൂ. ക്വയറ്റ് സിമ്പിൾ. അത് വിട്ടില്ലെങ്കിലുള്ള പ്രശ്നം നിങ്ങൾക്ക് അറിയാൻ പാടുള്ളതൊരു കാര്യം പറഞ്ഞുതരാം. തൊട്ടിപ്പുറത്തുള്ള എക്സ്ട്രീം തീവ്ര നിലപാടുകാരായിരിക്കും വളരാൻ സഹായിക്കുക. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ എല്ലാവർക്കും ഡിഫറൻസ് ഉണ്ട്. എല്ലാവരും പല രീതിയിൽ വ്യത്യസ്തരാണ്. ആ വ്യത്യസ്തതയെ നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു. ഈ വ്യത്യസ്തത നിലനിൽക്കുമ്പോഴും നമ്മളെ എല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട്. അതിനോട് എന്തിനാണ് ഇങ്ങനെ കലഹിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് മതേതരത്വം എന്ന് പറയുന്നത്, സെക്യുലറിസം എന്ന് പറയുന്നത്. ഈ വിളക്ക് എന്ന് പറയുന്ന ഒരു വസ്തു, ഇരുട്ടിൽ എല്ലാവർക്കും വിളക്ക് വേണം, എല്ലാവരും എന്തെങ്കിലും സാധനം കത്തിക്കും. ഈ വിളക്കില് അങ്ങേ കത്തിച്ചാലും കത്തും, എന്നെ കത്തിച്ചാലും കത്തും, ഈ മറ്റ് ആളുകളെ ഈ തങ്ങൾമാരെ കത്തിച്ചാലും കത്തും. നമ്മളെല്ലാവരും തൊട്ടാ പൊള്ളുന്നൊരു വസ്തുവാണ്. അങ്ങനെ ഒരു സാധനത്തിൽ നമ്മൾ നേരത്തെ ചോദിച്ച പോലെ തന്നെ എന്തിനാണ് സാർ ഈ മതം കുത്തിക്കയറ്റുന്നത്?
ഗൗതം ഇത് ഇന്നു തന്നെ തുടങ്ങിയതല്ല. വിഭജനത്തിന്റെ ഈ രാഷ്ട്രീയം ശിവായി ലഹള മുതൽ ഈ പറയുന്ന പോലെ നിങ്ങൾ മറ്റേ ബയണറ്റിലടക്കം മറ്റേ നെയ്യുണ്ട്, അത് പോത്തിൻ്റെതാണ് പശുവിൻ്റെതാണെന്നുള്ളടക്കം ഞാൻ പറയുന്ന പല മതപരമായ എതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കുന്നതിന്റെ പിന്നിലുള്ള ഒരൊറ്റ ഉദ്ദേശം ഒരു വിഭാഗത്തെ യൂണിറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി മാത്രമാണ്. അതിലേക്കൊന്നും നമ്മൾ പോയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് രണ്ട് കാര്യങ്ങളും ഇതിനകത്ത് പറയാതിരിക്കാൻ വയ്യ. ഒന്ന്, ഇത്തരം നിലപാടുകൾ എടുക്കുന്നത് അതിന്റെ ഭാഗമാണ്. ഇത്തരം നിലപാടുകൾ വലിയ തോതിൽ മാധ്യമ ചർച്ചയാകുന്നതും അതിന്റെ ഭാഗമാണ്. അത് രണ്ടും ഇല്ലാതായാൽ ഈ പ്രശ്നം എന്ത് ചെയ്യും? രണ്ടുപേരും വിട്ടുവീഴ്ച ചെയ്ത് തീരും. ഇതില്ലെന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തീക്കൊള്ളി കൊണ്ട് തലയുറിയിലാണ്. കാരണം മറ്റൊരു വിഭാഗത്തിലെ 10 പേരെങ്കിൽ 10 പേരെ ഈ നിലപാട് കൊണ്ട് നമ്മുടെ ശത്രുക്കളാക്കി മാറ്റാനേ ഇത് ഉപകരിക്കുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എല്ലാം കാണുന്ന എല്ലാവരും വിചാരിക്കാൻ പോണ ഒരു നിലവിളക്കൽ ഒന്ന് കത്തിച്ചു എന്ത് സംഭവിക്കാനാണ്. സത്യം പറഞ്ഞാൽ അത്തരത്തിലുള്ള പരിവർത്തനങ്ങളിലേക്ക് മുസ്ലിം മതസമൂഹം കടക്കണമെന്നാണ്. എന്തായാലും അനിസ്ലാമികമായിട്ടുള്ള ആചാരം ഈ വിളക്ക് കത്തിക്കല് ഫാത്തിമ തഹ്ലി ഇനിയും തുടരുമോ എന്നുള്ളതാണ്, മതത്തിൽ നിന്ന് പുറത്തു പോകുമോ എന്നുള്ളതാണ്, മതത്തെ വെല്ലുവിളിക്കുമോ എന്നുള്ളതാണ്. മതത്തെ ഒന്നും വെല്ലുവിളിക്കാൻ ഫാത്തിമ തഹ്ലിക്ക് തയ്യാറാവില്ല. അത് സമസ്തയും വെല്ലുവിളിക്കാൻ ഫാത്തിമ തഹ്ലിക്ക് തയ്യാറാവില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷേ ഞാൻ കാത്തിരിക്കുന്നത് ഏതെങ്കിലും ഗവൺമെന്റ് ചടങ്ങുകളിൽ ഇനി നിലവിളക്കുണ്ടാകുമോ എന്നുള്ളതാണ്. ആ നിലവിളക്കുണ്ടെങ്കിൽ അവിടെ ഇപ്പൊ നാളെ വി ഡി സതീശൻ പേരാമ്പ്രയിൽ ഒരു ഫാത്തിമ ചടങ്ങിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ നിലവിളക്ക് കത്തിച്ചു വെച്ചാൽ സ്വാഭാവികമായിട്ടും അതിന്റെ അധ്യക്ഷയായി മാറാൻ പോകുന്നത് ഫാത്തിമ തഹ്ലിയാണ്. അപ്പോൾ ഫാത്തിമ തഹ്ലിയെ കത്തിക്കുമോ ഇല്ല എന്നുള്ളത് മിക്കവാറും വലിയ വാർത്തകളായി വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇനി അല്ലെങ്കിൽ വി ഡി സതീശൻ ഗവൺമെന്റ് തീരുമാനിക്കണം ഇനി നമുക്ക് എന്ത് ചെയ്യണ്ട, നിലവിളക്കൊന്നും വേണ്ട. അത് അങ്ങനെ തീരുമാനിച്ചത് വേറെ വലിയ വിഷയം അല്ല, ഇത് തീരുമാനം എന്ന് പറയുന്നത് പ്രസ്സായിട്ട് അടിക്കാതിരുന്നാൽ മതി, നൈസായിട്ട് തീരുമാനിക്കാമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. മറ്റേ ഇബ്രാഹിം കുഞ്ഞിന്റെ ലൈനെടുത്താൽ മതി. മനസ്സിലായി? ഞാനൊരു ചടങ്ങിൽ നിൽക്കുന്നു, അപ്പൊ എന്റെ കയ്യിൽ കൊണ്ടുവന്ന് വിളക്ക് വരുന്നു, അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഗൗതത്തിന് ഗൗതം കത്തിക്കും, അത് കഴിയുമ്പോൾ ആകാശം എത്തിക്കും. അത് നമ്മുടെ ഈ IFFK പോലുള്ള ഒരു വേദി ഇപ്പം ഇടത് സർക്കാർ ഭരിച്ചപ്പോ LDF ഭരിച്ചപ്പോ അവിടെ പോലും എന്താണ് ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടല്ലോ, ഈ നിലവിളക്ക് കൊളുത്തുന്ന ഒരു സംഗതിയുണ്ട്. കഴിഞ്ഞ വർഷാറ്റം ഈ വിളക്കിന്റെ രൂപത്തിലല്ല, വേറെ ഒരു രീതിയിലുള്ള ഒരു സംഗതി, നിലവിളക്കല്ല, പക്ഷെ എങ്കിലും ഒരു ദീപം കത്തിക്കുന്നുണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ രണ്ട് പണികൾ ചെയ്യാനുള്ളൂ. ഒന്നില്ലെങ്കിൽ സതീശനോട് പറഞ്ഞിട്ട് നമുക്ക് ഈ പരിപാടി നിർത്താം, നമുക്ക് മറ്റേ ഗൗതം പറഞ്ഞ പോലെ സ്വിച്ച് ഇട്ടാൽ വല്ല ബോബ് പോലെ എന്തെങ്കിലും പൊട്ടിത്തെറിച്ചിട്ട് ചെയ്യുക, മറ്റേ പൊട്ടിത്തകരുക, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക വിചാരിക്കുക എന്നുള്ള കാര്യത്തിലേക്ക് എത്താം. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാമിന് വൈകി വരിക. അതായത് 10 മണിക്ക് കൊടുക്കേണ്ട പ്രോഗ്രാം 10:30 ആയിട്ട് എന്ത് ചെയ്യുക, മറ്റേ വന്നിട്ട് കട്ടറിലൂടെ നമ്മൾ ഒളിഞ്ഞു നോക്കുക. അപ്പൊ നിലവിളക്ക് എല്ലാവരും കത്തിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെ എന്തില്ല, കുഴപ്പമില്ല. അതല്ലാതെയുള്ള അഭ്യാസം ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. ഇത്തരം വിഷം കലർത്തൽ ഒഴിവാക്കേണ്ടതാണ്. വിഷം കലർത്തൽ ഒഴിവാക്കേണ്ടതാണ്. പക്ഷെ ഇത് ഒഴിവാകില്ല. ഗൗതം മണി ഇനി എഴുതി വെച്ചു, ഇത് കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ സത്യത്തിൽ ഇത് അത്ര വലിയ പ്രശ്നമല്ല. കാരണം എന്താ പറയുക, ഒരു റെസ്റ്റോറന്റ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് ഇത് വിഷയമല്ല. ഇനി ഗൗതം അറിയാൻ പോകുന്ന വിഷയം വരാൻ എപ്പോഴാണെന്നറിയാമോ? ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ പരിപാടി വരും. ആ ഗവൺമെന്റ് ഒഫീഷ്യൽ പരിപാടിയിൽ ഗൗതം വേണമെങ്കിൽ ഇപ്പൊ എഴുതി വെച്ചോ, നിലവിളക്കില്ലെങ്കിൽ അത് വാർത്ത പ്രശ്നമാവും, നിലവിളക്കുണ്ടെങ്കിൽ അത് കത്തിച്ചില്ലെങ്കിൽ വാർത്ത. എന്തായാലും ഇവരൊക്കെ ഒരു നിലപാടെടുക്കുകയാണ്, ഞങ്ങൾ BJP വളർത്തിയേ അടങ്ങുള്ളൂ. അത് ഉറപ്പാണ്. ശരിക്കും പറഞ്ഞു ഇനിയിപ്പോ സതീശന്റെ മുമ്പിൽ ഒറ്റ വഴിയുള്ളൂ. കാരണം ഇങ്ങനെ ചെല്ലണമെങ്കിൽ സതീശൻ പറയാ MLA തിരികൂടി ഞാൻ കത്തിച്ചേക്കാന്ന് എന്ത് ചെയ്യുക, മാപ്പാക്കണം, ഇത് കൂടി ഞാൻ എന്ത് ചെയ്തേക്കാം, രണ്ടും കൊണ്ട് കത്തിച്ചേക്കാന്ന് പറയും. എല്ലാം പണിയില്ല. ഞാനിത് ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഗവൺമെന്റ് വരുമ്പോ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാകാൻ പോകുന്ന ഒരു കാര്യം ഇതാണ്. അതിനോട് സമരസപ്പെട്ടുകൊണ്ടോ അതിനോട് ഈ പറഞ്ഞ പോലെ അയഞ്ഞ സമീപനം എടുത്തുകൊണ്ടോ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് നിൽക്കാൻ പറ്റും. പിന്നെ ഭാഗ്യത്തിന് നമ്മുടെ ആളുകളൊക്കെ തന്നെ, അതായത് താങ്കൾ പറഞ്ഞത് UDF അധികാരത്തിൽ വന്നത് ഏറ്റവും കൂടുതൽ പ്രയോജനമായത് BJPക്കാണ്. ഒരു സംശയമില്ല, ഒരു സംശയമില്ല. ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, സത്യത്തിൽ UDF അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് BJPയുടെ ഉദ്ദേശമായിരുന്നു. ഞാൻ അതിന്റെ കണക്കുകൾ പരിശോധിച്ചിട്ടിരിക്കുക. സ്ട്രാറ്റജിക് വോട്ടിംഗ് വരെ സംഘപരിവാറും BJP ഒക്കെ നടത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു സംശയമില്ലത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ വോട്ടിലേക്ക്. 2019 ഗൗതം പറയുന്നത് 96 ലക്ഷം വോട്ടേൽ UDFന്. ഇത്തവണ 1,50,000 വോട്ടുകളിലേക്ക് UDF എത്തി. സത്യത്തിൽ LDF വോട്ട് കുറയുന്നതിനേക്കാൾ കൂടുതൽ സംഭവിച്ചിട്ടുള്ളത് അപ്പുറത്തെ സൈഡിൽ വോട്ടുകൾ വലിയ തോതിൽ കൂടുതലാണ്. ആ കൂടുതൽ സംഭവിച്ചതിന്റെ പിന്നിൽ സതീശന്റെ വലിയ സ്ട്രാറ്റജി ഉണ്ട്. കാരണം വെച്ചാൽ മോഡിഫിക്കേഷൻ മുതൽ എല്ലാ കാര്യവും, അതായത് എങ്ങനെ വോട്ട് കിട്ടാന്നുള്ള എല്ലാ കാര്യവും പുള്ളി വാഗ്ദാനമായിട്ട് കൊടുത്തിരുന്നു. ഇപ്പൊ പുള്ളി പറയുന്നത് മറ്റേ സീറ്റ് കവറൊക്കെ മോഡിഫൈ ചെയ്യാന്നാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പല കാര്യങ്ങളും എന്ത് ചെയ്യും നടക്കും. അതാണ് യഥാർത്ഥം സംഭവിച്ചേക്കുന്നത് കേരളത്തില്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഇത് പറഞ്ഞുകൊണ്ട് നിർത്താം. വിളക്കിൽ മതം കാണുന്നവർ യഥാർത്ഥത്തിൽ കേരളത്തെ വിഭജിക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. ഗൗതം അറിയേണ്ടത്, ഇനി വിളക്ക് കത്തിച്ചില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മതം കാണും.
ഇത് വിളക്കില്ല. ഓക്കെ, നമ്മൾ വിചാരിക്കും വിളക്ക് ഒഴിവാക്കിയ പ്രശ്നം തീരുന്ന വിളക്കില്ല, വേറെ പലതിലും ഇനി മതം കാണും. സർക്കാർ തീരുമാനങ്ങളിൽ മതം കാണും. അവിടെയാണ് ഇതിന് പ്രശ്നം ആരംഭിക്കാൻ പോകുന്നത്.